സംവിധായകൻ സുകുമാർ ഒരുക്കിയ അല്ലു അർജുൻ നായകനായ പുഷ്പ വൻ തരംഗമാണ് ബോക്സ് ഓഫീസിൽ സൃഷ്ടിച്ചത്. എന്നാൽ ഹൈദരാബാദിലെ യൂസുഫ് ഗുഡിയിൽ നിന്നുള്ള ഒരു സർക്കാർ സ്കൂൾ അധ്യാപിക പുഷ്പയ്ക്കെതിരെ പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. വിദ്യാഭ്യാസ കമ്മീഷന് മുൻപാകെ സംസാരിക്കവെയാണ് പുഷ്പ പോലുള്ള ചിത്രങ്ങൾ കാരണവും സമൂഹ മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിനാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ അസഭ്യം പറയുകയെന്നാണ് അധ്യാപിക പറയുന്നത്. V6 ന്യൂസ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം വൈറലായി മാറിയിരിക്കുകയാണ്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചില പെരുമാറ്റം കാണുമ്പോൾ സ്കൂൾ അധികാരി എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടതായി തോന്നുന്നുവെന്ന് അധ്യാപിക വീഡിയോയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ അസഹനീയമായ ഹെയർ സ്റ്റൈലുകളുമായി വരുന്നു, അസഭ്യമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് അവഗണിക്കുകയും ചെയ്യുന്നു. സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല, സ്വകാര്യ സ്കൂളുകളിലും ഇതാണ് അവസ്ഥ. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെടുകയാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു അധ്യാപിക എന്ന നിലയിൽ വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ തനിക്ക് തോന്നുന്നില്ല. കാരണം അതവരെ സമ്മർദ്ദത്തിലാക്കുമെന്നും വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിന് കാരണം സോഷ്യൽ മീഡിയയും സിനിമയുമാണെന്നും കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാതാപിതാക്കളെ വിളിക്കുമ്പോഴും അവർ കുട്ടികളെ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. ഞങ്ങൾക്ക് അവരെ ശിക്ഷിക്കാൻ പോലും കഴിയില്ല. കാരണം അതവരെ ആത്മഹത്യയിലേക്ക് നയിച്ചേക്കാം. ഇതിനെല്ലാം ഞാൻ മാധ്യമങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. എൻ്റെ സ്കൂളിലെ പകുതി വിദ്യാർത്ഥികളും പുഷ്പ കാരണം വിദ്യാർത്ഥികളെ മോശമായി ബാധിക്കുമെന്ന ചിന്തയില്ലാതെയാണ് ആ ചിത്രത്തിന് സർട്ടിഫിക്കേഷൻ നൽകിയത് എന്നും അധ്യാപിക കൂട്ടിച്ചേർത്തു. എന്നാൽ പുഷ്പ സിനിമ വിദ്യാർത്ഥികളെ സ്വാധീനിച്ചുവെന്ന അധ്യാപികയുടെ പ്രസംഗം വൈറലായതിനു പിന്നാലെ ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സെൻസറിനെയും മറ്റും ഒരു വിഭാഗം കുറ്റപ്പെടുത്തുമ്പോൾ കുട്ടികളെ നോക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമാണെന്നും അതിൽ സിനിമയ്ക്ക് വലിയ റോൾ ഇല്ലെന്നുമാണ് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു എന്നല്ല, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു പുഷ്പ 2 ദ റൂൾ. കേരളത്തിൽ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും നോർത്തിൽ ചിത്രത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. ടിക്കറ്റ് പോലും കിട്ടാത്ത മാസങ്ങളുണ്ടായി. ഇപ്പോഴും പുഷ്പ ചില തിയേറ്ററുകളിൽ ഉണ്ട് എന്നതും മറ്റൊരു കാര്യം. എന്നാൽ കേരളത്തിന്റെ ദത്തുപുത്രൻ എന്നറിയപ്പെടുന്ന അല്ലു അർജുന് ഒരുപക്ഷെ കേരളത്തിൽ കാലിടറി എന്ന് തന്നെ പറയണം. ചിത്രം കണ്ട ഭൂരിഭാഗം ആളുകളും നെഗറ്റീവ് പറഞ്ഞ ചിത്രം കൂടിയാണ് പുഷ്പ. എന്നാൽ ഇപ്പോൾ സ്കൂൾ ടീച്ചറുടെ പരാമർശവും ശ്രദ്ധ ആകർഷിക്കുകയാണ് എന്ന് തന്നെ പറയണം. കേരളത്തിൽ ഇത്രയും നെഗറ്റീവ് വന്നിട്ടും പുഷ്പ 3 റിലീസായാൽ അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ തിക്കും തിരക്കുമായിരിക്കുമെന്നത് പച്ചയായ മറ്റൊരു സത്യം. പുഷ്പ 2 കെട്ട് ഇതുവരെ ഇറങ്ങാത്തതും വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരം നടക്കുന്ന വേദിയിൽ പുഷ്പയുടെ കോസ്റ്റ്യൂം ധരിച്ചെത്തിയതും വൈറലായിരുന്നു. സിനിമ ഇറങ്ങി നാളുകളായിട്ടും ഇപ്പോഴും അതിന്റെ എഫക്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്ത് തന്നെയാണെങ്കിലും സുകുമാറിന് പുഷ്പ 3 എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ആകാംക്ഷയിൽ തന്നെയാകും പകുതി സിനിമാ പ്രേമികൾ. എല്ലാം കണ്ടു തന്നെ അറിയണം എന്താണ് സുകുമാറിന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു എന്നേക്കുന്നത് എന്ന്.